മനീഷ് മഹിപാൽ നമ്മൾ മിഥുന്റെ നാട്ടിൽ അന്വേഷിച്ചു. ശാരദ, വിമല, ഹരിയ ഇവിടെ വരൂ. അന്വേഷിച്ചപ്പോ ഒരാളില്ലാതെ മിക്കവാറും എല്ലാവരും മിഥുനെ കുറിച്ച് ഒരേ അഭിപ്രായമാണ് പറയുന്നത്. തന്തേക്കാൾ മോശം. ഇതിന്റെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിച്ചു, പക്ഷേ നമുക്ക് കിട്ടിയതുമില്ല. എന്താണ് ഈ ചങ്ങാതിയെ കുറിച്ച് നാട്ടിലുള്ള അഭിപ്രായം? അരുൺകുമാർ, ഇന്ന് വൈകിട്ടാണ് നമ്മൾ മലമുകളിലുള്ള ഈ മിഥുൻ റോയിയുടെ വീട് അന്വേഷിച്ച് അവിടെ പോയത്. മിഥുൻ റോയിയെ കണ്ടു, നേരിൽ കണ്ടു, പക്ഷെ പ്രതികരിക്കാൻ തയ്യാറായില്ല. നാട്ടുകാരോട് മിഥുൻ റോയിയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തിരക്കി. പക്ഷേ ഇടിയനായ ഒരു പോലീസുകാരനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ള പരാമർശങ്ങളായിരുന്നു നാട്ടുകാർക്ക് മുഴുവനും പറയാനുള്ളത്. അങ്ങനെ അതിലെന്തെങ്കിലും കക്ഷി രാഷ്ട്രീയമോ ഏതെങ്കിലും CPM പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസുകാരനോ BJP-കാരനോ ഒന്നില്ല. എല്ലാ നാട്ടുകാർക്കും മിഥുൻ റോയിയെ പറ്റി പറയാനുള്ള ഇടിയനായ പോലീസുകാരൻ. തെണ്ടിയിൽ തെണ്ടി, തെണ്ടിയിൽ തെണ്ടി, അതായത് അതെ, ദരിദ്രവാസിയിൽ ദരിദ്രവാസി, ദരിദ്രവാസിയിൽ ദരിദ്രവാസി, അതായത് DD. തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ, തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത, അതും TT. 2020 അച്ഛന്റെ മരണത്തിന് ശേഷമാണ് ആ ജോലി മിഥുൻ റോയ്ക്ക് ലഭിക്കുന്നത്. അതിനുശേഷം അങ്ങനെയോ പിന്നീട് CPO ആണെങ്കിൽ കൂടി നാട്ടിലുള്ള സകലമാന ആളുകളെയും ഏതൊരു വിഷയത്തിനും ഇടിവെള്ള ഊരി ഇടിക്കുന്ന ഒരു സ്റ്റൈലാണ് മിഥുനുള്ളത് എന്ന പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 2024 ഏപ്രിൽ മാസം 29-നും അവിടെയുള്ള ഒരാളെ ഈ വാഹനത്തിൽ മിഥുൻ റോയ് വാഹനത്തിൽ പോകുന്ന സമയത്ത് റിവേഴ്സ് എടുത്തപ്പോൾ ഒരാളുടെ കാലിൽ കൂടി ആ വാഹനം കയറി. അത് ചോദ്യം ചെയ്ത ആ യാത്രക്കാരനെ അവിടെ ഇട്ട് പൊതിരെ തല്ലി. അങ്ങനെ പോലീസുകാരനായതുകൊണ്ട് തന്നെ പരാതി കൊടുത്ത ആദ്യ 2 ദിവസം വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തില്ല. പിന്നീട് 3-ാമത്തെ ദിവസം മിഥുൻ റോയ്ക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്ത് 2024 ഏപ്രിൽ മാസം 19-ാം തീയതിയാണ്. അങ്ങനെ നിരവധി സംഭവങ്ങൾ. അതിനുശേഷമാണ് 2024 നെട്ടയം ജംഗ്ഷനിൽ നാട്ടുകാർ തന്നെ പൊതുശല്യം എന്ന രീതിയിൽ നെട്ടയത്തെ ആളുകൾക്ക് ജീവന് ഭീഷണിയാണെന്ന തരത്തിൽ പോലീസ് മൃഗമാണോ മിഥുൻ റോയ് എന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് അവിടെ ഉയർന്നത്. അങ്ങനെ ആ രീതിയിൽ ഞാനൊരു വലിയ സംഭവം അല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ. 3 തരമാണ്. ഒന്ന്, ഒരു FIR 2024 മറ്റൊന്ന് നാട്ടുകാരുടെ പ്രതികരണം, മറ്റൊന്ന് ഈ വിധത്തിലുള്ള FIR ഉണ്ട്. സമൂഹ മാധ്യമങ്ങളടക്കം പോലീസിന്റെ വീഴ്ചയും ഒപ്പം തന്നെ SFI പ്രവർത്തകരുടെ അതിക്രമവും ചർച്ചയാകുമ്പോൾ ഇവിടെ ഈ പോലീസുകാരന്റെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ വിമർശനങ്ങളും ശക്തി ആർജിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. കാർത്തികേയൻ.